സ്വന്തമായിട്ട് ഫുള്ളി equipped ആയിട്ടുള്ള ഒരു സിമുലേഷൻ ലാബും അത് കൂടാണ്ട് സിറ്റിയിൽ തന്നെ എസ്പെഷ്യലി കോയമ്പത്തൂർ സിറ്റിയിൽ സ്വന്തമായിട്ട് രണ്ട് സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അവൈലബിൾ ആയിട്ടുള്ള ഒരു കോളേജിൽ പോയിട്ട് പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ ഒരു കോളേജ് അവൈലബിൾ ആണ്. ആ കോളേജിന്റെ പേരാണ് ഡോക്ടർ മുത്തു കോളേജ് എന്ന് പറയുന്നത്. ഈ ഒരു കോളേജിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നമ്പർ ഓഫ് ഇൻടേക്ക് ഫിക്സ് ചെയ്തേക്കുന്നത് അവരുടെ കോളേജിന്റെ ഫെസിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള. ഇത് അവരുടെ നഴ്സിംഗ് ആൻഡ് സിമുലേഷൻ ലാബിന്റെ അകത്താണുള്ളത്. ഈ ഒരു നഴ്സിംഗ് ആൻഡ് സിമുലേഷൻ ലാബിന്റെ ഒരു ഫെസിലിറ്റി വെച്ചിട്ട് മിനിമം എന്ത് ചെയ്യാം, ഒരു 100-150 സീറ്റൊക്കെ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അവര് ഈ ഒരു കോളേജിന്റെ നമ്പർ ഓഫ് ഇൻടേക്ക് ഫിക്സ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ സിമുലേഷൻ മെഷീൻസ് ആണ്. ഓക്കെ, ഓ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റുഡൻസിന് സിമുലേഷൻസ് പഠിപ്പിച്ചതിന് ശേഷമാണ് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാനായിട്ട് വിടുന്നത്, ഹോസ്പിറ്റലിലോട്ട് ക്ലിനിക്കൽ പ്രാക്ടീസിന് വിടാറുള്ളത്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 4 കോഴ്സസ് ആണ്. അതായത് BSc റേഡിയോളജി അവൈലബിൾ ആണ്, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി അവൈലബിൾ ആണ്. അത് കൂടാണ്ട് BSc ഡയാലിസിസ് അവൈലബിൾ ആണ്, കാർഡിയാക് ടെക്നോളജി അവൈലബിൾ ആണ്. ഈ ഒരു 4 ഡിപ്പാർട്ട്മെന്റിലും ചേർത്തിട്ട് ടോട്ടലായിട്ട് വെറും 35 സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഒരു കോളേജിന്റെ ഇൻഫ്ര വെച്ചിട്ട് മിനിമം 150 സീറ്റ് എടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി എന്തുണ്ട് ഈ ഒരു കോളേജിനുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ ഒരു 150 സീറ്റ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു കോളേജ് എന്തുകൊണ്ടായിരിക്കും 35 സീറ്റ് മാത്രം എടുത്തു എന്നതല്ലേ? ഇത് ഞാനൊന്ന് തിരിച്ചു പറയട്ടെ. നമ്മുടെ കേരളത്തില് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ കോട്ടയത്ത് കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ്, അത് കൂടാണ്ട് നമ്മുടെ മലബാർ ക്യാൻസർ സെന്റർ, ഈ ഒരു 3 കോളേജിലും ചേർത്തിട്ട് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ളത് വെറും 35 റേഡിയോളജി സീറ്റാണുള്ളത്. ഇത്രയും വലിയ കോളേജിൽ എന്തുകൊണ്ട് കുറച്ചുകൂടെ നമ്പർ ഓഫ് ഇൻടേക്ക് എടുത്തുകൂടാ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? റീസൺ, നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് കോളേജസും ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്പർ ഓഫ് ഇൻടേക്ക് ഫിക്സ് ചെയ്തേക്കുന്നത്. സോ സെയിം ലൈക്ക് അവരുടെ ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്പർ ഓഫ് ഇൻടേക്ക് വളരെ കുറച്ച് ഫിക്സ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ക്ലിനിക്കൽ എന്ന് പറയുന്ന കാര്യത്തിന് അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് CT, MRI, TET-CT അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള മുത്തു കോളേജിൽ നമുക്ക് റേഡിയോളജിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടൽ 10 സീറ്റ്സ് ആണ്. സെയിം ലൈക്ക് ഡയാലിസിസിന് 10 സീറ്റ്സ് ഉണ്ട്. സ്വന്തമായി ഡയാലിസിസ് യൂണിറ്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു കോളേജിന്. അത് കൂടാണ്ട് കാർഡിയാക്കിന് വെറും 5 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. OT&ATക്കും 10 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ വളരെ ടോപ്പ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഫെസിലിറ്റിയോടുകൂടെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള കോയമ്പത്തൂരിലുള്ള ഒരു കോളേജിൽ നിങ്ങൾക്ക് പാരാമെഡിക്കൽ പഠിക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും മുത്തു കോളേജ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു കോളേജിന്റെ ഹോസ്പിറ്റൽ കാണണമെന്ന് എന്തായാലും നിങ്ങൾ കുറച്ച് ക്യൂരിയസ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് കോളേജിന്റെ ഹോസ്പിറ്റൽ കാണിച്ചു തരാം. അത് കൂടാണ്ട് നമ്മുടെ കോളേജിന്റെ ഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് വേണ്ട എലിജിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം.